ബസ്സിന്റെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെന്ന് വരെ പറഞ്ഞു പോയി. അത്രയും ഗതികെട്ടൊരവസ്ഥയിൽ എത്തുന്ന സ്ഥിതി എത്തുമ്പം പിന്നെയും ശരിയാക്കി കളയാൻ പാടില്ല. സതീശൻ ഒരു വൈര്യ നിര്യാതന ബുദ്ധിയോട് കൂടിയിട്ടാണ് അൻവറിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. അൻവർ ഒറ്റയാനാണ്, ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന ആളുമാണ്. അപ്പം അൻവറിന് അവിടെ സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അത് ഫാക്റ്റാ. അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങൾ അതിന്റെ ഗുണഭോക്താവായിട്ട് മാറാൻ പറ്റുന്നത് UDF-നാണ്. കെ സുധാകരൻ അൻവറുമായിട്ട് പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ആളാണ്. അത്ര ഈസി വാക്ക് ഓവറിലേക്കൊന്നും പോകുന്നൊരു തെരഞ്ഞെടുപ്പല്ല. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്താ വെച്ചാൽ SDP സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ള. SDP സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് UDF-ന് ഗുണം ചെയ്യും. നമസ്കാരം, വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയിലേക്ക് നോക്കിയാണ് നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത കാണുന്നത്. സതീശൻ ഒരു വശത്ത്, സുധാകരൻ ഒരു വശത്ത്, രണ്ടുപേർക്കും രണ്ടഭിപ്രായങ്ങൾ, മറ്റുള്ളവർക്ക് വേറെ അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരാനുള്ള ഒരു കാരണം? അല്ല, കോൺഗ്രസ് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചെറിയ കുഞ്ഞായിരിക്കുമ്പം എനിക്ക് രണ്ടനിയത്തിമാരുള്ളത്. ഞങ്ങൾ 3 പേരും തമ്മിൽ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. സ്വാഭാവികമായും കളിക്കുമ്പോഴും അല്ലെങ്കിൽ പത്രം വായിക്കുന്നതിന് തന്നെ ആ ഷീറ്റ് എനിക്ക്, ഈ ഷീറ്റ് എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാവും തമ്മിൽ. എപ്പോഴും അതിന് നേരം ഉണ്ടാവുള്ളൂ. മിക്കവാറും ഒരുമിച്ച് കളിക്കും ചെയ്യും, ഒരുമിച്ച് വഴക്കുണ്ടാവുന്ന സമയത്ത് പപ്പ എന്നൊരു പരിപാടിയുണ്ട്. പപ്പ വടിയെടുത്ത് അടിക്കാനൊന്നും നിൽക്കില്ല. മമ്മിയെ സംബന്ധിച്ചിടത്തോളം മമ്മിക്ക് പണിത്തിരക്കിനിടയിലൊക്കെ ആകുമ്പോൾ ചിലപ്പം കൈ കിട്ടുന്നു വെച്ചിട്ട് അടിക്കും. പപ്പ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുറ്റത്ത് കൊണ്ടുപോയിട്ട്, റോഡ് സൈഡിലെ വീട്, മുറ്റത്ത് കൊണ്ടുപോയിട്ട് കൈ കെട്ടി നിർത്തിക്കും. കൈ കെട്ടി അനങ്ങാതെ നിൽക്കണം. പപ്പ പറയുമ്പോഴേ പിന്നെ അവിടെ നിന്ന് മാറാൻ പാടുള്ളൂ. അപ്പോൾ റോട്ടിൽ കൂടി ആൾക്കാർ പോകുമ്പോൾ നമ്മൾ കാഴ്ചവസ്തുവിനെ പോലെ ഇങ്ങനെ കൈകെട്ടി നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ജാള്യത ഉണ്ട് ആ സമയത്ത്. അവരെന്തെങ്കിലും ചോദിച്ചാലും നമ്മൾ ഈ കൈകെട്ടിയത് മാറ്റാൻ പാടില്ല, പപ്പായെ പേടിയാണ്. അതൊരു പണിഷ്മെൻ്റാണ്. ആ ഒരു പണിഷ്മെൻറ്റ് അൻവറിന് കൊടുക്കുന്നത് ഓക്കെയാണ്. കാരണം കുറച്ചൊന്ന് വെയിലത്ത് നിർത്തി, അവിടെ നിന്നോ എന്ന് പറഞ്ഞ് നിർത്തി, മുറ്റത്ത് തന്നെ നിർത്തി, അകത്തോട്ട് കയറ്റി ഇരുത്തുന്നില്ല. പുള്ളിക്ക് ബെഡ്റൂമിൽ കയറി കിടക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല മുന്നണിയുടെ. അതേസമയം പുള്ളിക്ക് സിറ്റ് ഔട്ടിലെങ്കിലും ഒന്ന് കയറിയിരിക്കാനുള്ള സ്ഥലം വേണം എന്നാ പറഞ്ഞത്. ബസ്സിന്റെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെന്ന് വരെ പറഞ്ഞു പോയി. അത്രയും ഗതികെട്ടൊരവസ്ഥയിൽ എത്തുന്ന സ്ഥിതി എത്തുമ്പം പിന്നെയും ശരിയാക്കി കളയാൻ പാടില്ല. കാരണം അൻവറിനോട് ചെയ്യേണ്ടത് അൻവറിന്റെ അഹങ്കാരത്തിന്റെ മുനയൊടുക്കുക എന്നായിരിക്കണം. അതേപോലെ ബാർഗൈനിങ് കപ്പാസിറ്റി കുറയ്ക്കുക എന്നായിരിക്കണം ഇവരുടെ ലക്ഷ്യം. അതിപ്പോ ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലോ. അതങ്ങനെയാണ്. കാരണം ഇപ്പം 3 സീറ്റ് ഡിമാൻഡ് ചെയ്യുന്നു. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഒരു 71, 69 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അൻവറിന് വില പേശാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ അൻവറിൻ്റെ കൂടെ ഒരാളും കൂടെ ഒക്കെ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ക്ലെയിം ചെയ്യും. അപ്പോൾ അതൊക്കെ പിന്നെ UDF മുമ്പിൽ കാണുന്നുണ്ട്. അങ്ങനെ മന്ത്രിസ്ഥാനം ഒന്നും ചോദിക്കാൻ പറ്റുന്ന കെൽപ്പില്ലാതെ ഒരൊറ്റ സീറ്റ് ഓഫർ ചെയ്ത് അൻവറിനെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. പിന്നെ മുന്നണിക്കകത്ത് കൂടെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ ചെയ്യണം. അൻവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഒരു സ്വഭാവം ബേസിക്കായിട്ട് എനിക്കറിയാവുന്നതാണ്. അൻവർ പത്രസമ്മേളനത്തിന് പോകുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പുള്ളി പ്രകോപിതനാവും. അപ്പം പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ, പുള്ളി ഒരിക്കലും ചിന്തിക്കാത്ത പോയിന്റുകൾ ആ സമയത്ത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പ്രതികരിച്ചു പോകുന്ന ഒരു സ്വഭാവക്കാരനാണ്. ആ കാര്യത്തിൽ വളരെ ഒരു പാവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അൻവറിൻ്റെ അടുത്ത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അൻവർ ചിലപ്പം ടെക്സ്റ്റിനപ്പുറത്തേക്ക് വിഷയങ്ങൾ പറഞ്ഞു പോകും, കൈകാര്യം ചെയ്തു പോകും. അങ്ങനെ വരുമ്പോൾ പല പരാമർശങ്ങളുണ്ടാവും. പക്ഷേ ആ അൻവറിൻ്റെ ഗതികെട്ട അവസ്ഥയിലാണ്. ആകെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഇതുകൂടെ ഇറങ്ങുകയും ചെയ്തു, പിന്നെ എവിടെ എത്തിയിട്ടില്ല, ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. ആ നിസ്സഹായ അവസ്ഥ ഒരു മാനസിക വിഭ്രാന്തിയുടെ തരത്തിലേക്ക് പോവുകയും സൈക്കോസിസിൻ്റെ വേറൊരു രീതിയിലേക്ക് എത്തുകയും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുമ്പം ഇവർ ചെയ്യേണ്ടത് മാന്യമായ നിശബ്ദത കാണിക്കുക എന്നുള്ളതാണ്. അത് അവഗണിക്കൽ കൂടിയാണ്. അതേസമയം തിരിച്ച് വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ പോരുത്. സതീശൻ്റെ അടുത്ത് നിന്നുണ്ടായിട്ടുള്ളത് അപക്വമായിട്ടുള്ള ഒരു രീതിയാണ്. സതീശൻ ഒരു വൈര്യ നിര്യാതന ബുദ്ധിയോട് കൂടിയിട്ടാണ് അൻവറിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അൻവർ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഒരു ബാർഗൈൻ ചെയ്ത് ആ കിട്ടിയ അവസരം മുതലാക്കി UDF-ന്റെ അടുത്ത് വില പേശുന്ന ഒരു സാഹചര്യത്തിൽ സതീശൻ ഈ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റില്ല എന്നാണ്. അല്ല, അതിനകത്ത് തെറ്റുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അൻവർ അങ്ങനെയൊക്കെ കിടന്നിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഈ വിഷയത്തെ ഇപ്പം ഇതിന് ചാമ്പ്യനായി മാറുന്ന KC വേണുഗോപാല. അപ്പം ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ വളരെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒന്നും ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞില്ല. ഇവിടെ നിന്ന് ഓരോരുത്തരായിട്ട് മീഡിയക്കാർ കോലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെല്ലാം അൻവറിനെ ഒരു കറിവേപ്പില പോലെ തള്ളുന്നു എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ പാടില്ല. അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ അൻവറിന് കുറേ വോട്ട് പിടിക്കാൻ പറ്റും. അത് ഫാക്റ്റാണ്, അത് മനസ്സിലാക്കണം. അൻവറിനെ പിണക്കാതെ എന്നാൽ അൻവറിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ അങ്ങനെയുണ്ട് ചേർത്ത് പിടിക്കൽ. അങ്ങനെയാണ് തന്ത്രപരമായിട്ടാണ് ഇതിനകത്ത് വേണ്ടത്. പിന്നെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരാണ്
പിന്നെ ഇന്ന് കോൺഗ്രസിന്റെ മുഖമായിട്ട് നിൽക്കുന്നത്. നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ് EMSനെ നമ്പൂതിരിപ്പാടെന്ന് മാത്രം EMS എന്ന് പോലും പറയാതെ അങ്ങനെ CPM വിട്ടുപോയതിനു ശേഷം സ്ഥിരമായി ആക്ഷേപിച്ചുകൊണ്ടിരുന്ന പുള്ളി ജാതിപര്യനാണെന്ന് വരെ പറഞ്ഞ KR ഗൗരിയമ്മ അവസാന കാലത്ത് CPM-ഉമായിട്ട് അടുത്തു. ഇവരുടെ 5 സഖാക്കൾ കൂത്തുപറമ്പിൽ രക്തസാക്ഷികൾ ആവാൻ കാരണക്കാരൻ എന്ന് അതേപോലെ പറഞ്ഞ് കൊലയാളി രാഘവൻ എന്ന് വിളിച്ചുവരെ CPM അവസാന കാലത്ത് MP രാഘവനെ പുഷ്പൻ ജീവിച്ചിരിക്കെ ഇപ്പം അടുത്താണല്ലോ മരണപ്പെട്ടത്, ജീവിച്ചിരിക്കെ പുഷ്പനെ കുറിച്ച് ഒരു വശത്ത് കവിത എഴുതി പാടുകയും പ്രവർത്തകരെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്തിട്ട് മറുവശത്ത് ഈ കൊലയാളി രാഘവൻ എന്ന് പറഞ്ഞ MP രാഘവനെ അവസാന കാലത്ത് അവർ ആശ്ലേഷിച്ചു. MP രാഘവന്റെ മകനെ നികേഷ് കുമാറിനെ CPM-ന്റെ DC-ക്കകത്ത് ഉൾപ്പെടുത്തി അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമതലയേൽപ്പിച്ചു. അപ്പോൾ അവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. OK വാസു എന്ന് പറയുന്ന കണ്ണൂരിലെ RSSന്റെ നേതാവായിരുന്നു. അവരുടെ KV സുധീഷിന്റെ കൊലപാതകത്തിന് കാരണക്കാരനെന്ന് പിന്നെ മുഖ്യപ്രതിയെന്ന് അവർ ആരോപിച്ചിട്ടുള്ളത് CPM. OK വാസുവിനെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ CPM-ലേക്ക് കൊണ്ടുവരുന്നു, CPM-ന്റെ സഹയാത്രികനാക്കുന്നു, മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നു. പിണറായിക്കെതിരെ ഏറ്റവും മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച EP ജയരാജനെ കുറിച്ച് പിണറായി വിജയന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കൊടിച്ചിപ്പട്ടി എന്ന് പരസ്യമായിട്ട് ആക്ഷേപിച്ച MR മുരളി, DYFയുടെ പഴയ സംസ്ഥാന നേതാവാണ്, CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, ഷൊർണൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. CPM-ൽ നിന്ന് വിട്ടുപോയി 8ഓളം കൗൺസിലർമാരെ കൂട്ടിയിട്ട് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നിന്നതാണ്. CPM-ന് പാലക്കാട് ജില്ലയിൽ വലിയ ഒരു തിരിച്ചടി കൊടുത്തിട്ടുള്ള ആളാണ്. ആ MR മുരളിയും പിന്നെ പിണറായി വിജയൻ അന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതല്ലേ എന്ന് എഴുതിയിട്ട് പിണറായി വിജയനും EP ജയരാജനും പിണറായി വിജയൻ PB-യിലും EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിലും ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 2016 കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടാൻ വേണ്ടി നോക്കി ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിൽ. അത് നടന്നില്ല. അങ്ങനെ വന്നപ്പം ആ അവസരത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നത് നേരിട്ട് DC-യിലേക്ക് ഉൾപ്പെടുത്തുന്നത്, ജില്ലാ കമ്മിറ്റിയിലേക്ക് മുമ്പുണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ നിലനിർത്തിയാക്കുകയും പുള്ളിയും പിന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി. എന്നാൽ ഇവർക്ക് വാശിയും വൈരാഗ്യം വെച്ചിരുന്ന പോലെ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന രീതി, അല്ലെങ്കിൽ നമ്പൂരിപ്പാടെന്ന് EMSനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കോഴവാണി എന്ന് പറഞ്ഞ് നിയമസഭയിൽ കിടന്ന് മുണ്ടുപൊക്കി അഭ്യാസങ്ങളും വൃത്തികേടുകളും എല്ലാം കാണിച്ച് ഈ ജീവനില്ലാത്ത കമ്പ്യൂട്ടറെല്ലാം കൂടെ തല്ലിപ്പൊളിച്ച് വിപ്ലവം കാണിച്ച സഖാക്കള് മാണി അന്തരിച്ചു കഴിഞ്ഞ് ജോസ് കെ മാണി ഇവരെ കൂടെ വന്നു കഴിഞ്ഞപ്പം മാണിക്ക് സ്മാരകം പണിയാൻ വേണ്ടി ബജറ്റിൽ 50 ലക്ഷം രൂപ നീക്കി വെച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് എന്നെ വ്യക്തിപരമായി പറഞ്ഞു എന്ന രീതിയിൽ ആ വ്യക്തിപരമായിട്ട് എടുക്കാതെ, അത് അയാളെ മറ്റേ പ്ലാറ്റ്ഫോമിൽ നിന്നപ്പോഴാണ് പറഞ്ഞത്. ഇപ്പുറത്ത് വന്നപ്പം ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. കാരണം നിലമ്പൂർ മണ്ഡലം വിജയിക്കുക എന്നത് മാത്രമായിരിക്കരുത് ഇവിടെ ലക്ഷ്യം. നിലമ്പൂർ മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ അവർക്ക് മിഷൻ 2026 ഈസിയായി. അതേസമയം കഷ്ടിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാലും അത് വലിയ തിളക്കമില്ലാത്ത ഒരു വിജയമാണ്. അത് CPM-ന് അതിനും മാനേജ് ചെയ്തു പോകാൻ പറ്റും. ഈ K സുധാകരന്റെ അഭിപ്രായ വ്യത്യാസം അവിടെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? കാരണം ഈ സതീശനും സുധാകരനും തമ്മിൽ വഴക്കാണെന്നുള്ളത് പബ്ലിക്കായിട്ട് വന്നിരുന്ന അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സതീശൻ മാത്രമല്ല UDF നേതൃത്വത്തിലുള്ളത് എന്ന് പറഞ്ഞ് സുധാകരൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതെല്ലാം ഈ UDF-ന്റെ പല കാര്യങ്ങളും ഇങ്ങനെ ഈ ചർച്ചയിലേക്ക് എത്തുന്ന തരത്തിലേക്കും LDF-ന്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും എത്തുന്നത് കാണാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ അഭിപ്രായം സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴും ഇതെല്ലാം വന്നിരുന്ന എല്ലാവരുടെ അടുത്ത് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ കാര്യങ്ങളെല്ലാം നാലാൾ അറിഞ്ഞ് ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് അത് എത്തുമല്ലോ ഈ സുധാകരൻ സതീശൻ പോര്. ഇപ്പോൾ അൻവറിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. അൻവർ ഒറ്റയാനാണ്, ഒറ്റയ്ക്ക് വടിപെട്ടി വന്ന ആളുമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ സ്വതന്ത്രനായിട്ട് നിന്നപ്പോൾ നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ LDF-ന് വേണ്ടി 2 തവണ സീറ്റ് പിന്നെ ഒരു തവണ പിടിച്ചെടുത്തു, നിലനിർത്തി പിന്നീടത്. അപ്പം അങ്ങനെയുള്ള ആളുടെ രീതിയിലാവരുത് ഒരു വലിയ ജനാധിപത്യ പാർട്ടിക്ക് നയിക്കുന്ന ആളുകൾ, പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ ഉത്തരവാദിത്വ ബോധം കാണിക്കണം. പിന്നെ ഇരിക്കുന്ന കസേരയുടെ മഹത്വത്തെക്കുറിച്ചിട്ടുള്ള പിന്നെ ബോധം ഉണ്ടാവണം. തൻ്റെ വലുപ്പം തിരിച്ചറിയാൻ കഴിയണം. താനിരിക്കുന്ന പദവിയുടെ മാറ്റം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം. അത് കഴിയാതിരുന്ന അൻവറിനോട് ഈ കോട്ടി കളിക്കാൻ പോവുക നിൽക്കാതിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അവിടെ അൻവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവഗണിക്കേണ്ടതിനെ അർഹിക്കുന്ന അവഗണനയോട് കൂടി തന്നെ തള്ളിക്കളയണം. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ അല്ല, സതീഷ് ഇതിനകത്ത് ആവശ്യമില്ലാതെ കുറച്ചുകൂടി കടന്നു കയറി, അതായത് ഒരു ഇത്തിരി ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ കൂടി സംസാരിച്ചു. അങ്ങനെ വന്നപ്പം K സുധാകരൻ ഇപ്പുറത്ത് വേറെ അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കോൺഗ്രസ് നേതാക്കന്മാരും അൻവറുമായിട്ട് അനുനയ ശ്രമങ്ങൾ നടത്തുന്നു. മുസ്ലിം ലീഗിലുള്ളവരാണെങ്കിലും അനുനയ ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ പ്രകോപിപ്പിക്കരുത്. ഒരു വോട്ട് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനകത്ത്
സാധ്യതകൾ ഇല്ലാതാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല. ഈ അൻവർ എഫക്ട് അവിടെ ഇല്ല എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. സത്യത്തിൽ നിലമ്പൂരിൽ അൻവർ എഫക്ട് ഉണ്ടോ? അൻവർ എഫക്ട് ഉണ്ട്. ഞാൻ നിലമ്പൂരുകാരനാണല്ലോ. അൻവർ എഫക്ട് ഉണ്ട്. അൻവർ എഫക്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അൻവറിന് CPM-ന്റെ സ്ട്രക്ചറിനകത്തുന്ന ആൾക്കാരെ ആരും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സുഗുനെ മാത്രമേ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ. സുഗുന അവിടെ 10 പേരെ പോലും കൂട്ടാൻ പറ്റാത്ത ആളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ വഴിക്കടവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, ഒരു സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്നു. സുഗുനെ സംബന്ധിച്ചിടത്തോളം അവിടെ 10 വോട്ട് പോലും സ്വാധീനിക്കാൻ കിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ അൻവർ ഉയർത്തിവിട്ട ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ വല്ലാത്തൊരിളക്കം സൃഷ്ടിക്കുന്നതാണ്. മലയോര കർഷകരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തു. അൻവർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അഡ്രസ്സ് ചെയ്യാത്ത ഒരു വിഷയങ്ങളും ഇല്ല. വന്യജീവികളുടെ വിഷയങ്ങൾ, കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിലമ്പൂരിൻ്റെ വികസനം തുടങ്ങിയിട്ടുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല അൻവറിനെ നിരായുധനാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അൻവറിനെ ഒന്നിനും കൊള്ളില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് PWD പ്രൊജക്റ്റുകൾ ബാക്കിയുള്ളതെല്ലാം ഫ്രീസ് ചെയ്യുകയും ഉദ്യോഗസ്ഥരോട്, പോലീസ് ഉദ്യോഗസ്ഥരോട്, ബാക്കിയുള്ളവരോട് അൻവർ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ടതില്ല, അത് കേൾക്കേണ്ടതില്ല എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്ത് ഇതിന് NGO യൂണിയനും ഇവരുടെ PWD-യിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള സർവീസ് സംഘടനകളിൽ CPM-ന്റെ അനുഭാവ്യ ഗ്രൂപ്പിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ രീതിയിൽ ഇയാളെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അൻവറിന് മനസ്സിലായത് 2026 എൻ്റെ ഭാവി സുരക്ഷിതമല്ല, എന്നെ ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്ഥാപിക്കുകയും ആ സമയത്ത് ഇവർ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അൻവർ രണ്ടും കൽപ്പിച്ച് ഓടുന്ന പട്ടിക്ക് ഒരു മുടം മുമ്പേ എന്നുള്ള രീതിയിൽ ഒരു വർഷം മുമ്പ് തന്നെ അങ്ങ് രാജിവെച്ചത്. അപ്പം അങ്ങനെയുള്ള സ്പേസ് വരുമ്പോൾ അൻവറിന് അവിടെ സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് ഫാക്റ്റാണ്. അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങൾ അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറാൻ പറ്റുന്നത് UDF-നാണ്. വമ്പൻ ലീഡറിന് ജയിച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു നേട്ടം കൊയ്യാനാവും. അങ്ങനെ വന്നാൽ 2026 അവർ ഈസി ആയിട്ട് അധികാരത്തിൽ വരും. വളരെ ഒരു നല്ല ഭൂരിപക്ഷത്തിന് വരും. ആ സാധനമാണ് ഇവർ കൊണ്ടുപോയിട്ട് കുളമാക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി ഇപ്പോൾ ആരാ? ഇതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ CPM-ന് ഗുണം ചെയ്യുന്ന രീതിയാണ്. കോൺഗ്രസിൻ്റെ ഇന്നർ പൊളിറ്റിക്സിനകത്ത് ഇതിനകത്ത് സതീഷിന് ദോഷം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു UDF സംസ്ഥാനത്ത് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നതിനപ്പുറത്ത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്ന ഒരു ആൾ എന്ന രീതിയിലേക്കുള്ള ഒരു ഇമേജിലേക്ക് എത്തുമ്പം പൊതുവെ സതീഷിൻ്റെ പത്രസമ്മേളനത്തിലുള്ള ബോഡി ലാംഗ്വേജ് അറിയാമല്ലോ. അപ്പം ആ വ്യക്തിപരമായ റൈവറി അല്ല വെച്ച് പുലർത്തേണ്ടുന്ന സമയമല്ല എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് ഇത്രയും ആൾക്കാരെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അവസാനം പറയുന്നു എൻ്റെ അവസാന പ്രതീക്ഷ ഇനി KC-യിലാണ് എന്ന് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിയുമ്പം എല്ലാ കണ്ണുകളും KC-യിലേക്ക് ഉറ്റുനോക്കുന്നു. അപ്പം KC പക്ഷെ പറഞ്ഞത് ഞാൻ അവിടെ നടന്നത് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥിയുടെ നിർണ്ണയത്തിൽ എന്തൊക്കെ ഉണ്ടായെന്നൊന്നും അറിഞ്ഞിട്ടില്ല. KC അറിയാതെ ഒരു ഈച്ച പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഇന്ത്യയിൽ എവിടെയും പറക്കില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള ആളാണ്. KC ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. KC ഇതുവരെ നിശബ്ദത പാലിച്ചു. അൻവർ KC-യിലാണ് അവസാന പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അത് മാന്യമായ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് KC ഒരു വാക്ക് പറയുമ്പോൾ വളരെ പക്വമായിട്ടാണ് മാധ്യമങ്ങളോട് KC വേണുഗോപാൽ സംസാരിച്ചത്. അപ്പോൾ KC-യുടെ താരമൂല്യം കൂടി. ഇവിടെ 2026 മുഖ്യമന്ത്രി കുപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. മുരളിക്ക് ആഗ്രഹമുണ്ട്, തരൂരിന് ആഗ്രഹമുണ്ട്, രമേശ് ചെന്നിത്തല അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്, ഉടുപ്പൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സതീഷിനും അത് സതീഷിൻ്റെ കൈ തന്നെയാണെന്നുള്ള രീതിയിൽ കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറേണ്ട മുഹൂർത്തം വരെ നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ KC വന്നിട്ട് ഈസി ആയിട്ട് UDF വന്നാൽ മുഖ്യമന്ത്രി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം സതീഷിൻ്റെ വാശി കൊണ്ട് അൻവറിൻ്റെ ഈ വിഷയത്തിനകത്തുള്ള സമീപനം കൊണ്ട് ഒരുക്കി കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കെ സുധാകരൻ അൻവറുമായിട്ട് പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ആളാണ്. കെ സുധാകരൻ ഗ്രൂപ്പ് മാറി അത് കഴിഞ്ഞിട്ട് വയലാർ രവി ഗ്രൂപ്പിൽ 4 ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പോയ സമയത്ത് കെ സുധാകരൻ അതിൻ്റെ കൂടെ നിൽക്കുമ്പം കെ സുധാകരൻ വനം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിലമ്പൂർ കാട് ഭരിക്കാൻ ഏൽപ്പിച്ച ആളാണ് അൻവർ. വനം സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സമിതി ഉണ്ടാക്കി അതിൻ്റെ ചുമതല നൽകിയത് അതിൻ്റെ കൺവീനറോ പ്രസിഡന്റ് എന്താക്കിയിട്ട് കൊടുത്തത് അൻവറിനാണ്, നിലമ്പൂരുകാരനല്ലാത്ത അൻവറിന് അത് കൊടുക്കുകയും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തേക്കിൻ്റെയൊക്കെ ലേലമൊക്കെ നടക്കുന്നതിനകത്തൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന സംഭവങ്ങളാണ്. അത് മാത്രമല്ല ഈ വന സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്തത് അൻവർ അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ്. അപ്പോൾ കെ സുധാകരൻ്റെ വലങ്കയായിട്ട് നിന്നിരുന്ന ആളാണ്. പിന്നീടാണ് DIC-യിലേക്ക് അങ്ങനെ പോകുന്നത് ഈ മുരളീധരൻ. അപ്പോൾ അവർ തമ്മിൽ വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അൻവർ ഒരു എസെൻഷ്യലാണ്, ആ ബോധം വേണം. അപ്പോൾ അങ്ങനെ വേണം ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ്. എന്തായിരുന്നാലും അൻവറിൻ്റെയും അഹങ്കാരം കഴിഞ്ഞു. മാധ്യമങ്ങളെ അങ്ങനെ ആക്കും, മീഡിയക്കാരെ തെരുവിലിട്ട് തല്ലണം, കയ്യേറുന്നൊക്കെ പറഞ്ഞു മാധ്യമങ്ങളുടെ മുമ്പിൽ കണ്ണുനീര് വന്നില്ല എന്നേ ഉള്ളൂ. കേട്ടിരിക്കുന്നവർക്ക് സങ്കടം വരുന്ന രീതിയിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് സഹതാപത്തിൻ്റെക്ക് പോയി. കാരണം എന്നെ നിലത്തിട്ട് ചവിട്ടുകയാണ്, കാല് പിടിക്കുമ്പോൾ ചവിട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയും നിസ്സാരനാണ് നമ്മളെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടണം. അഹങ്കാരം അൻവറിനായാലും സതീഷിനായാലും ഗുണം ചെയ്യില്ല. അവസാനം എത്ര അഹങ്കാരം കാണിക്കുന്നവരുടെയും വലിയ വീഴ്ചയുടെ ഒരടയാളമാണിത്. കെ മുരളീധരൻ ആരായിരുന്നു? കെ മുരളീധരൻ്റെ പിന്നീട് അഹങ്കാരം ഒന്നും ഇല്ലാതെ എനിക്ക് 3 രൂപയുടെ മെമ്പർഷിപ്പ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇന്ദിരാഭവൻ്റെ മുമ്പിൽ കാത്തിരിക്കേണ്ടി വന്നില്ലേ?
കുറേ കാലം വെയിലത്ത് നിന്നില്ലേ. അതേ പറഞ്ഞു ഒരു പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വെയിലത്തൊന്ന് നിർത്തുക. ഒന്ന് അത്യാവശ്യം നീ ഇത്രയൊക്കെ കളിച്ചതല്ലേ, ആദ്യം നിന്റെ അഹങ്കാരമൊക്കെ അങ്ങ് നിർത്ത്, നീ ഒന്ന് അടങ്ങ്, നീ ഇത്ര വലിയ സംഭവമൊന്നുമല്ല, നീ ഒന്ന് അടങ്ങ്, നീ നിന്റെ സ്വന്തം വലുപ്പം ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്തതിന് ശേഷം ഇവൻ്റെ അഹങ്കാരം എല്ലാം ചോർന്ന് പോയതിന് ശേഷം ഇനി നല്ല കുട്ടിയായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സിറ്റ് ഔട്ടിലെങ്കിലും കൊണ്ടേ ഇരുത്തണം, മുന്നണിയുടെ കൂടെ സഹകരിപ്പിക്കണം. അകത്ത് കൊണ്ടേ ഇരുത്തണ്ട, മുന്നണിക്ക് അകത്ത് ഇരുത്തണ്ട. തൃണമൂൽ കോൺഗ്രസിന് അകത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് തന്നെ പണിയാവും എന്നുള്ളത് അവർക്കറിയാം. ഒരു തൂക്ക് നിയമസഭ വന്നു കഴിഞ്ഞാലും അധികം വില പേശാനുള്ള കെൽപ്പില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ബാർഗെയിനിങ് കപ്പാസിറ്റിയുടെ നട്ടല്ലൊടിച്ചിടുക എന്നുള്ളതാണ്. ബോർഡോ കോർപ്പറേഷൻ ചോദിച്ചാൽ അവൻ തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കുക, ഒരു ബോർഡ് വല്ലതും കൊടുക്കുക. അത് ഇദ്ദേഹത്തിന് ജയിക്കാവുന്ന ഒരു നിയമസഭാ സീറ്റും കൊടുക്കുക. നിയമസഭയിൽ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. ഇടയ്ക്കൊക്കെ ഈ ജപ്പാനിലെ കുടിവെള്ളം നമുക്ക് ജപ്പാനിലേക്ക് പോകുന്ന മേഘമൊക്കെ പുള്ളി കയറിട്ട് ഇവിടെയൊക്കെ കടമ്പയിൽ പിടിച്ചു കെട്ടി നിർത്താനൊക്കെ നോക്കിയ അങ്ങനത്തെ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ പറ്റുന്ന നല്ലൊരു എം എൽ എ ആയിരുന്നു. നിലമ്പൂരിലെ ഓരോ കാര്യങ്ങൾക്കകത്ത് ഓരോ പദ്ധതികൾക്കകത്തോ എം എൽ എ ഓഫീസ് നന്നായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. ഒരു സംശയം എനിക്കില്ല. ഞാൻ എം എൽ എ ഓഫീസുമായിട്ട് നിരന്തരം പോവുകയും കാണുകയും വരികയും ഇവർക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അൻവറിന് വോട്ട് ചെയ്തിട്ടില്ലാത്ത ആളാണെന്നുള്ളത് അൻവറിനും അറിയാവുന്ന, എന്നിട്ട് പോലും ആ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല, ആ രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അൻവറിനെ ഒരു ഷുവർ സീറ്റ് നിർത്തി മത്സരിച്ച് വിജയിപ്പിക്കുകയും കൂടെയുള്ള സജി മഞ്ഞക്കടമ്പനോ എന്ന് പറഞ്ഞിട്ട് പുള്ളി മാത്രം അറിയപ്പെടുന്ന ഒരാൾ കൂടെയുള്ളത്, ആ പുള്ളിക്ക് എന്തെങ്കിലും ബോർഡോ കോർപ്പറേഷനോ കൂടെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അവർക്ക് ഗുണം. കാരണം ഇത് അത്ര ഈസി വാക്ക് ഓവറിലേക്കൊന്നും പോകുന്നൊരു തെരഞ്ഞെടുപ്പല്ല. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ള. SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് UDF ഗുണം ചെയ്യും. കാരണം SDPIയോ ജമാഅത്തെ ഇസ്ലാമിയോ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവർ ആ വോട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അൻവർ സ്വതന്ത്രനായിട്ട് നിൽക്കണം. അൻവർ സ്വതന്ത്രനായിട്ട് അവർ അൻവറിന് കൊടുക്കും. അൻവർ അവരുടെ എല്ലാം പെറ്റാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയകൾക്കെതിരെയൊക്കെ നടത്തിയപ്പോൾ അന്ന് ഇവർ വലിയ പ്രചാരണം നടത്തിയായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം ഉൾപ്പെടെ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടു. അതിനകത്ത് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ, മാനേജിംഗ് എഡിറ്റർ ഷാജൻ സ്കറിയ, നവകേരള ന്യൂസ് രാജൻ ജോസഫ്, കർമ്മ ന്യൂസ് വിൻസ് മാത്യു, നാരദ ന്യൂസ് മാത്യു സാമുവൽ, ഈ 4 പേരുടെയും പേരിട്ടിട്ട് എല്ലാം കൃസംഗികളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നവകേരള ന്യൂസിൽ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് വൈറ്റ് സ്വാനിൽ ചെയ്യുന്ന പോലെ അന്ന് നവകേരള ന്യൂസിൽ പോയിട്ട് 1-2 ഡിബേറ്റ് എടുക്കും, പോരും വീട്ടിൽ പോകും, അതിൻ്റെ വേതനം മേടിച്ച് വീട്ടിൽ പോകും എന്നല്ലാതെ ഞാൻ നവകേരള ന്യൂസിൻ്റെ ഒരാളെ അല്ല, അവരെ ഓർഗനൈസേഷൻ ചാർട്ടിനകത്തുള്ള ഒരാളല്ല. അങ്ങനെ നിൽക്കും ഇവിടെ ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ പേറോളിലുള്ളൊരു സ്റ്റാഫല്ല, അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് കംഫർട്ടബിൾ ആവുന്ന സമയത്ത് പോയിട്ട് ചെയ്യുന്ന സമയമാണ് 2022. അപ്പോൾ ഷാഫി ചാലിത്തെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വക്താവാണ് ഇതെടുത്ത് ഷെയർ ചെയ്യുന്നത്. ഞാൻ പിന്നെ പുള്ളിയെ അടുത്ത് ഞാൻ അറിയിച്ചു, ഞാൻ അതിൻ്റെ ആരുമല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഈ കൃസംഗികൾ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് മറുനാടനെതിരെ ഏറ്റവും കൂടുതൽ, അതേപോലെ വിജോണിനെതിരെയൊക്കെ നീക്കങ്ങളുമായിട്ട് വന്ന സമയത്ത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മനസ്സിൽ ഇസ്ലാം മതമായിട്ടൊന്നും ബന്ധമില്ല, വർഗീയത മാത്രമുള്ള ആൾക്കൾക്ക് കൃസംഗികൾ അവരെ പൂട്ടുന്ന ആൾ ഞങ്ങളുടെ ഹീറോ അൻവർ എന്നുള്ള രീതിയിൽ ഇവരെല്ലാം അൻവറിൻ്റെ പിന്നിലാണ് കാണിന്നായിരുന്നു. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, അൻവർ ക്യാമ്പിൽ ഇത് കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ പറഞ്ഞു ഈ ലൈക്ക് കണ്ടിട്ട് അഹങ്കരിച്ച് പോകരുതെന്ന് പറയാം. അതിനകത്ത് ഇടുന്നത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളല്ല അതിനകത്ത് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അമ്പുക്ക എന്ന് പറയുന്നത്. ഈ ഫാൻസിലെ ബഹുഭൂരിപക്ഷം പേരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം ഞാൻ ഇരുന്ന് മെനക്കെട്ട് ഒബ്സർവ് ചെയ്തതാണ്. എടുത്തു നോക്കുമ്പം ഇവരെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രചാരകന്മാരാണ്. അവർ ഷെയ്വ ഗാസ റാലി നടത്താൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ സൂചിപ്പിച്ചുകൊണ്ട് അവർ അൻവറിൻ്റെ കൂടെയുണ്ട്. അൻവർ സ്വതന്ത്രനായിട്ട് നിന്നാൽ അത് UDF ഗുണം ചെയ്യും. കാരണം ആ വോട്ട് അൻവറിന് കിട്ടും. ഇവരിപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF ഗുണം ചെയ്യും. അപ്പോൾ SDPIക്ക് അവരെ കരുത്ത് തെളിയിക്കേണ്ട ആവശ്യം. അപ്പോൾ അവരെ വോട്ട് അവരെ പെട്ടിയിൽ വീണാൽ ആ വോട്ട് ഇല്ലെങ്കിൽ LDF പെട്ടിയിൽ പോയി വീഴും. കാരണം ആര്യയുടെ ഷൗക്കത്ത് സാമൂഹ്യ വിപ്ലവത്തിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ആളാണ്. യാഥാസ്ഥിതികമായ മുസ്ലിം സമൂഹത്തിനകത്ത് നിൽക്കുന്ന അനാചാരങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ, കാര്യങ്ങൾ, അത്തരം പ്രസംഗങ്ങൾ ഒക്കെ നടത്തിയിട്ടുള്ള ഒരാൾ. ആ ആൾക്കോട് ഇവർക്ക് ഭയങ്കര പ്രതിഷേധം. ഇവർക്ക് ഇപ്പോഴും ചാക്കും മൂടി ഇരിക്കണം എന്നുള്ളതാണ്. ഹിജാബീസ് അവർ ചോയ്സ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തലയിലിടുന്ന തട്ടം ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ സാരി കൊണ്ടോ അല്ലെങ്കിൽ ഷോൾ കൊണ്ടോ തല മറയ്ക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. പക്ഷേ ഇവർ ചെയ്തിട്ടുള്ളത് എന്താ? ഐഡന്റിറ്റി മറയ്ക്കുന്ന ചാക്ക് മൂടി കണ്ണു മാത്രം പുറത്ത് കാണിക്കുന്നത് ആളാണോ പെണ്ണാണോ മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വേഷം, പ്രാകൃതമായ വേഷം ധരിക്കാൻ വേണ്ടിയിട്ട് ഹിജാബ് ആണ്. അതിന് ഹിജാബ് എന്ന് പറയുമ്പോഴും ഇവർ ഇട്ടുകൊണ്ടിരുന്ന ഇത് ഈ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്ന യാഥാസ്ഥിതികരായ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകുകയും വെള്ളമൊഴിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തതിൽ വലിയ പങ്കുള്ള ഒരാളാണ് ആര്യയുടെ ഷൗക്കത്ത്. അപ്പം നമ്മുടെ വിഷയം വിട്ട് സതീശനും സുധാകരനാണ്. സുധാകരൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. പിന്നെ സുധാകരന് ഈ പറഞ്ഞ പോലെ തന്നെ
സുധാകരന് സതീഷിനെ പോലുള്ള അഹങ്കാരോ കാര്യങ്ങളോ ഒന്നും ജാടയൊന്നുമില്ല. പക്ഷേ ഒരുപാട് വലിയ പ്ലാനിങ്ങും ഇല്ല, ഒരുപാട് ഹിഡൻ അജണ്ടകളും ഇല്ല. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്നതാണെന്നുള്ളതേ ഉള്ളൂ. ആള് ബേസിക്കലി പാവത്താനേ. സുധാകരനാണെങ്കിലും അപ്പുറത്ത് സുധാകരനെ അപായപ്പെടുത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് പിന്നെ ആരോപിക്കുന്ന ഇ.പി. ജയരാജനാണെങ്കിലും വെടിയേറ്റ സംഭവത്തിൽ ഇ.പി. ജയരാജനാണെങ്കിലും ബേസിക്കലി പാവങ്ങളാണ് ഇവരൊക്കെ ബേസിക്കലി. പിന്നെ അവരുടെ കണ്ണൂരിൻ്റെ ഒരു സ്വഭാവമുണ്ട്. സുധാകരന് ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ പറയുമ്പം ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ നോക്കണം. ബാക്കി മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ, പക്വതയുള്ള നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ, CP ജോൺ ഇങ്ങനത്തെ വിവരക്കേടൊന്നും പറയാനോ ഞാൻ പറഞ്ഞില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഇപ്പം അൻവറിനെ ശാന്തമായി വളരെ തന്ത്രപരമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. കൊടുക്കേണ്ട പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ പോലെ മഴയത്തും വെയിലത്തും ഒക്കെ നിർത്താതെ ഇറയത്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് നിർത്തി സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്, പ്രചാരണത്തിന്റെ തേരാളിയായിട്ട് അൻവറിനെ ഉപയോഗിക്കുന്നത്, അത് UDF-ന് ഗുണം ചെയ്യും, ഇല്ലെങ്കിൽ ദോഷം ചെയ്യും. ഇപ്പം SDPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് അത് UDF-ന് ഗുണം ചെയ്യും എന്നുള്ള അഭിപ്രായത്തിലാണ്. എന്തായിരുന്നാലും രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പക്വത വിട്ട് അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അവരുടെ രാഷ്ട്രീയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ പാർട്ടിക്കും ആ മുന്നണിക്കും ദോഷം ചെയ്യും എന്നുള്ളതാണ് സതീഷിന് ഓർക്കേണ്ടത്.